നരേന്ദ്രമോദി എന്ന പവർഫുൾ നേതാവിന്റെ കരുത്തിന്റെ ലെവൽ എത്രത്തോളമാണ് എന്ന് ഡച്ച് പ്രധാനമന്ത്രിയും അനുഭവിച്ചറിഞ്ഞു. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും ഒന്ന് ചൊറിഞ്ഞതാണ് ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ പാടെ തള്ളി ഇന്ത്യയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം ആശങ്കകൾ ഉണ്ടാകുന്നത് എന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ജനാധിപത്യ രാജ്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലാൻഡ് സന്ദർശനത്തിനിടെ നടന്ന വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CB ജോർജ് ആണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നാഗരികതയാണ് ഇന്ത്യയുടേത് എന്നും സാംസ്കാരികവും മതപരവും ഭാഷാപരവുമായ വൈവിധ്യമാണ് രാജ്യത്തിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ പ്രധാന മതങ്ങളായ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിവ ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് എന്നും അവ ഇന്നും അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ജൂതമത വിഭാഗക്കാർ പീഡനങ്ങൾ നേരിടാത്ത ഏകരാജ്യം ഇന്ത്യയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ മൂല്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഇന്ത്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമ്പത്തിക വിജയവും കൈവരിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനസംഖ്യ 11% എങ്കിൽ ഇന്ന് അത് 20% മുകളിലാണ് എന്നും മറ്റൊരു രാജ്യത്തും ഇത്തരമൊരു വർധനവ് കാണാൻ കഴിയില്ല എന്നും CB ജോർജ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാലും ഈ പ്രസ്താവന വിവാദമായതോടെ ഇന്ത്യയും നെതർലാൻഡ്സും ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി മുന്നോട്ട് വന്നിരുന്നു. 5 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു നാഗരികതയിൽ ഇന്ത്യ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ജോർജ് എടുത്തു കാണിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക മത ഭാഷാ വൈവിധ്യത്തെ അദ്ദേഹം ഊന്നി പറഞ്ഞു. 1.4 ബില്യൺ ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, 5000 വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ രാജ്യം. ഇത് വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ്. സംസ്കാരത്തിന്റെ കാര്യത്തിൽ വൈവിധ്യം, ഭാഷകളുടെ കാര്യത്തിൽ വൈവിധ്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വൈവിധ്യം, മതത്തിന്റെ കാര്യത്തിൽ വൈവിധ്യം. ലോകത്ത് മറ്റൊരു രാജ്യവുമില്ല. 4 മതങ്ങൾ ഉത്ഭവിച്ചതായി കാണാം. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം. ഈ മതങ്ങൾ ഇന്ത്യയിൽ ഉത്ഭവിച്ചു. ഇന്ത്യയിൽ ഇപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കുന്നു അദ്ദേഹം പറഞ്ഞു. ജൂതമതം 2500 വർഷത്തിലേറെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. തുടർച്ചയായി സഹവർത്തിത്വത്തോടെ നിലനിന്നു. ജൂതജനത ഒരിക്കലും പീഡനം നേരിടാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കാം ഇന്ത്യ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് തൊട്ടു പിന്നാലെ ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ തുടർന്നും അഭിവൃദ്ധി പ്രാപിച്ചു. മുഹമ്മദ് നബിയുടെ കാലത്താണ് ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ നെതർലാൻഡ് സന്ദർശന വേളയിൽ സംയുക്ത പത്രസമ്മേളനം നടക്കാത്തതിനെ ഒരു ഡച്ച് പത്രപ്രവർത്തകൻ ചോദ്യം ചെയ്യുകയും മുസ്ലിങ്ങളുടെയും ചെറിയ സമുദായങ്ങളുടെയും ഉൾപ്പെടെയുള്ള പത്രസ്വാതന്ത്ര്യത്തെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തപ്പോഴാണ് ഈ സംഭാഷണം നടന്നത്. എന്തായാലും വളരെ ശക്തമായ ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. നിരവധി പ്രദേശങ്ങളെ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഉദ്ധരിച്ച നയതന്ത്രജ്ഞൻ ഇന്ത്യ ഒരു ഊർജ്ജസ്വലമായ ജനാധിപത്യമാണ് എന്നും അവിടെ സമാധാനപരമായ അധികാര കൈമാറ്റം പ്രധാന സവിശേഷതയാണ് എന്നും പറഞ്ഞു. നിലവാരം എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. 90%-ലധികം വോട്ടർമാരും വോട്ട് ചെയ്തു. ഇതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. എന്തായാലും ഇന്ത്യക്ക് നേരെ ഇനി ഇന്ത്യക്ക് ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റു പലതും തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ഇന്ത്യയെ ഒന്ന് ചെറുതായി മോശക്കാരാക്കുന്ന എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ പോലും അത് രാജ്യം സഹിക്കില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ്. എല്ലാം കൃത്യമായി മറുപടി കൊടുത്ത് എല്ലാ തെറ്റിദ്ധാരണകളും നീക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ നിലപാടുകളും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തതയുണ്ട് എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് ഈ മറുപടി പറച്ചിൽ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.